സ്വലാത്തു വസ്സലാമു അലാ റസൂലി ഖാത്തമുൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ബഹുമാന്യനായ ഉദ്ഘാടകൻ, റവന്യൂ വകുപ്പ് മന്ത്രി, ആദരണീയനായ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ, മുഖ്യാതിഥി ബഹുമാന്യയായ മേയർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പ്രപഞ്ചസൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ കാരുണ്യവും അനുഗ്രഹവും നമുക്കേവർക്കും സദാ ലഭിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന തൃശൂർ നഗരത്തിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയലോഗ് സെന്റർ കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദിശ ഇസ്ലാമിക് എക്സിബിഷന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാം ഏവരും സന്നിഹിതരായിട്ടുള്ളത്. നമുക്കറിയാം, ഭിന്ന മതവിശ്വാസികളും വ്യത്യസ്ത വീക്ഷണഗതിക്കാരും വിവിധ സാംസ്കാരിക പശ്ചാത്തലമുള്ളവരും ഒന്നിച്ചധിവസിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ഈ സ്വഭാവത്തിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ മറ്റൊരു നാട് ഒരുപക്ഷെ ലോകത്ത് വേറെയുണ്ട് എന്ന് തോന്നുന്നില്ല. ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളും വീക്ഷണഗതിക്കാരും സാംസ്കാരിക പശ്ചാത്തലമുള്ളവരും ഒന്നിച്ചധിവസിക്കുന്ന ഒരു നാട്, ആ നാടിന്റെ പുരോഗതിയും സമൂഹത്തിന്റെ അഭിവൃദ്ധിയുമൊക്കെ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള ഐക്യത്തെയും സഹകരണത്തെയും ഒത്തൊരുമയെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്നും നമുക്കറിയാം. ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി, സഹകരണത്തോടുകൂടി, ഐക്യത്തോടുകൂടി ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ പരസ്പരമുള്ള ഐക്യവും സ്നേഹവും സഹകരണവും ഏറെ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നാൾക്കുനാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സമൂഹത്തിലുണ്ടായിരുന്ന സ്നേഹവും സഹകരണവും ഐക്യവുമൊക്കെ കുറഞ്ഞു വരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന സ്വഭാവത്തിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ, വ്യത്യസ്ത വീക്ഷണഗതിക്കാർക്കിടയിൽ ആരോഗ്യകരമായ ആശയ സംവാദത്തിന്റെയും ആദാനപ്രദാനത്തിന്റെയും പശ്ചാത്തലമൊരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ് ഡയലോഗ് സെന്റർ കേരള. വിശേഷിച്ചും മത സാംസ്കാരിക മേഖലകളിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചു നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറെ പ്രബുദ്ധമെന്നും സാക്ഷരമെന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കേരളക്കരയിൽ രാഷ്ട്രീയ മേഖലയിൽ പരസ്പരം ചർച്ചയും സംവാദങ്ങളുമൊക്കെ ഏറെ നടക്കാറുണ്ട്. എങ്കിലും മതമേഖലയിൽ ഇത് വളരെ അപൂർവമാണ്. എന്നല്ല, സ്വന്തം മതവിശ്വാസങ്ങൾക്കപ്പുറം, സ്വന്തം മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറം സഹോദര സമുദായങ്ങളെക്കുറിച്ച്, സഹോദര സമുദായങ്ങളുടെ വിശ്വാസാചാരങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും അറിയും എന്ന് ചോദിച്ചാൽ ആ മേഖലയിലുള്ള നമ്മുടെ അറിവ് വളരെ പരിമിതമാണ് എന്നായിരിക്കും നമുക്ക് ലഭിക്കുന്ന ഉത്തരം. ഈ ഒരു പശ്ചാത്തലത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ മതങ്ങളെ സംബന്ധിച്ച്, വിശ്വാസങ്ങളെ സംബന്ധിച്ച്, ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പരസ്പരം അറിയാനും മനസ്സിലാക്കുവാനും ഉള്ളു തുറന്ന് സംവദിക്കുവാനുമൊക്കെ അവസരമൊരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലുടനീളം ഡയലോഗ് സെന്റർ വിവിധ സ്വഭാവത്തിൽ ഒരുപാട് പരിപാടികൾ നടത്തിവരുന്നുണ്ട്. ഹിന്ദു മുസ്ലിം ഡയലോഗുകൾ, ക്രൈസ്തവ മുസ്ലിം സംവാദങ്ങൾ, ടേബിൾ ടോക്കുകൾ, സഹോദര സമുദായാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഇസ്ലാമിനെ സംബന്ധിച്ച പ്രബന്ധ മത്സരങ്ങൾ തുടങ്ങി ഒട്ടനവധി പരിപാടികളിലൂടെ മതമേഖലയിൽ, മതരംഗത്ത് പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം ഡയലോഗ് സെന്റർ ധാരാളം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഏതാനും വർഷങ്ങളായി കേരളത്തിന്റെ പ്രധാന പട്ടണങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ദിശ ഇസ്ലാമിക് എക്സിബിഷൻ എന്ന പേരിലുള്ള ഈ പ്രദർശനവും അതിനോടനുബന്ധിച്ച സാംസ്കാരിക പരിപാടിയും. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തും തൊട്ടു മുമ്പുള്ള വർഷം കോട്ടയത്തുമൊക്കെ ഇതേ സ്വഭാവത്തിൽ വിപുലമായ പരിപാടികൾ നടത്തിയിരുന്നു. ഇന്നു മുതൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് തൃശൂർ പട്ടണത്തിൽ
ച്ചിട്ടുള്ളത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ റവന്യൂ മന്ത്രി ശ്രീ കെ പി രാജേന്ദ്രൻ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഈ എക്സിബിഷൻ, അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാം ഒക്കെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ മാന്യ അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിലർപ്പിതമായ ഉത്തരവാദിത്തം. വളരെ പരിമിതമായ സമയത്തിനകം ആ ദൗത്യ നിർവഹണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ പി രാജേന്ദ്രൻ അവർകളാണ്. ഡയലോഗ് സെന്റർ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളുമായി വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടത്തിയ സാംസ്കാരിക പരിപാടിയിൽ സാമ്പത്തിക സെമിനാർ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്. ഡയലോഗ് സെന്ററിന് വേണ്ടി തൃശൂർ സംഘടിപ്പിക്കുന്ന ദിശ ഇസ്ലാമിക് എക്സിബിഷന് വേണ്ടി നിങ്ങൾക്കേവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡയലോഗ് സെന്ററിന്റെ രക്ഷാധികാരിയും ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ അമീറുമായ ജനാബ് ടി ആരിഫ് അലി സാഹിബാണ്. അദ്ദേഹത്തെയും ഡയലോഗ് സെന്ററിന് വേണ്ടി ദിശ ഇസ്ലാമിക് എക്സിബിഷന് വേണ്ടി നിങ്ങൾക്കേവർക്കും വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് തൃശൂർ നഗരസഭയുടെ മേയർ പ്രൊഫസർ ആർ ബിന്ദു അവർകളാണ്. അവരെയും ഞാൻ നിങ്ങൾക്കേവർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസ പ്രസംഗങ്ങളാണ് തുടർന്ന് നടക്കാനുള്ളത്. ഒരുപാട് മഹൽ വ്യക്തികൾ ആശംസ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കാനുണ്ട്. ബഹുമാന്യനായ MP PC ചാക്കോ, ബഹുമാന്യനായ MLA തേറമ്പിൽ രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പാടി വേണു, തൃശൂർ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് IP പോൾ, KPCC ന്യൂനപക്ഷ സെല്ലിന്റെ അധ്യക്ഷൻ KK കൊച്ചുമുഹമ്മദ്, ദിശ ഇസ്ലാമിക് എക്സിബിഷന്റെ സ്വാഗത സംഘം ചെയർമാൻ KV മുഹമ്മദ് സക്കീർ, ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ സാഹിബ്, സ്വാഗത സംഘത്തിന്റെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് RV മജീദ് സാഹിബ് തുടങ്ങി ഒരുപാട് പ്രമുഖർ ഈ സമ്മേളനത്തിൽ ആശംസ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കാനുണ്ട്. ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഈ എല്ലാ ബഹുമാന്യ സഹോദരങ്ങളെയും നിങ്ങൾക്കേവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായി ഈ ഉദ്ഘാടന സമ്മേളനം ഹൃദ്യമാക്കി തീർക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന, ഈ എക്സിബിഷൻ സന്ദർശിക്കുന്നതിനു വേണ്ടി ഇവിടെ ഒത്തുകൂടിയ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ സഹോദരീ സഹോദരന്മാരെയും ഡയലോഗ് സെന്ററിനു വേണ്ടി ദിശ ഇസ്ലാമിക് എക്സിബിഷന്റെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഇബാദില്ലാഹ്. ബഹുമാന്യനായ ഉദ്ഘാടകൻ കേരള റവന്യൂ വകുപ്പ് മന്ത്രി KP രാജേന്ദ്രൻ, മുഖ്യാതിഥി ബഹുമാന്യയായ മേയർ, വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളെ, വിദ്യാഭ്യാസ പ്രവർത്തകരെ, സാംസ്കാരിക പ്രവർത്തകരെ, സമുദായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മഹത്തായ ഒരു കർമ്മത്തിന് സാക്ഷികളാവാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ നിർവഹിക്കപ്പെടാവുന്ന ഏറ്റവും നല്ല ഒരു സത്കർമ്മമാണ് പരസ്പരം അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെല്ലാവരും ഇവിടെ വന്ന് കർട്ടൻ തുറന്നു നോക്കുമ്പോൾ വേദിയിൽ ഒരു കസേരയിൽ ഒരു കറുത്ത പുതപ്പിട്ട് മൂടി എന്തോ ഒന്നിരിക്കുന്നു. എന്താണെന്ന് മനസ്സിലാകുന്നില്ല.
സ്വാഭാവികമായും നമുക്ക് അങ്കലാപ്പുണ്ടാകും, ഒരു തരത്തിലുള്ള ബേജാർ. പക്ഷേ ആ രൂപം തന്റെ മുകളിലുള്ള മൂടുപടം എടുത്തു നീക്കി എഴുന്നേറ്റു നിന്ന് തന്നെ കാണാൻ എല്ലാവർക്കും അവസരമൊരുക്കി, ഞാൻ ഇന്നയാളാണ്, ഇന്നയാവശ്യത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇന്ന ദൗത്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് എന്ന് പറയുന്നുവെങ്കിൽ അതിനേക്കാൾ അപ്പുറം നമുക്ക് ആശ്വാസം ലഭിക്കുന്ന മറ്റെന്താണ് ഉണ്ടാവുക? ഇതുപോലുള്ള ഒരു സത്പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുവാൻ ഇസ്ലാം വിശ്വാസികളായ ആളുകൾ തന്നെ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. മനുഷ്യ സമൂഹത്തിൽ അത് നിർവഹിക്കുന്ന ദൗത്യം ഇതാണ്. ഇന്നിന്ന വിഷയങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് എന്ന് സ്വയം എഴുന്നേറ്റു നിന്ന് നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയുക എന്നുള്ളത് നമുക്ക് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു ഏർപ്പാടാണ്. ആ നിലയ്ക്ക് തന്നെ ഇതിനെ കാണുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് വിനീതമായി എനിക്ക് ആദ്യമേ സൂചിപ്പിക്കുവാൻ ഉള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മതം ആണ് ഇസ്ലാം. മതാനുയായികളാണ് മുസ്ലിങ്ങൾ. പലതരത്തിലുള്ള വർത്തമാനങ്ങളും അവരെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ സ്വയമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നഗരമധ്യത്തിൽ വന്ന് ഞങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നത്, വല്ല സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്നത് എത്രമാത്രം ആഹ്ലാദജനകമാണ് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് സംജ്ഞകളും ഇന്ന് കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, പലപ്പോഴും പുതിയ പ്രയോഗങ്ങളും പുതിയ സംജ്ഞകളും നിർമ്മിച്ചുകൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെയും കരിവാരി തേക്കാൻ മാത്രമല്ല, മൊത്തം സമൂഹത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി, ദി അതർ എന്ന രൂപത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട്, പാർശ്വവൽക്കരിച്ചുകൊണ്ട്, അന്യവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കെ ആ ആദർശത്തെ പ്രതിനിധീകരിക്കുന്ന വിശ്വാസികളുടെ ഒരു ബാധ്യതയാണ് ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ജനങ്ങളോട് വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഇസ്ലാം എന്നത് വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു പേരാണ്. അനുസരണം, സമർപ്പണം, സമാധാനം എന്നൊക്കെയാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം. സാധാരണഗതിയിൽ ഇന്ത്യൻ മനസ്സിന് പെട്ടെന്ന് തോന്നുക, ഒരു മതം എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ നിയതമായ ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ എന്നായിരിക്കും. കാരണം ജന്മം ജാതിയുമായും ജാതി മതവുമായും ചേർത്തു പറയുന്ന ഒരു രീതിയാണ് ഇന്ത്യയിൽ പൊതുവെ അറിയപ്പെട്ടത്. അതുകൊണ്ട് പലപ്പോഴും മനസ്സിലാക്കുക, മുസ്ലിം എന്ന് പറയുന്ന ഒരു മതവിഭാഗമുണ്ട്. ആ മതവിഭാഗം ഏതാനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുന്നുണ്ട്. ആ കൊണ്ടു നടക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയുമാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്ന ഒരു ധാരണ മുസ്ലിങ്ങൾക്കുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവർക്ക് തീർച്ചയായും ഉണ്ട്. എന്നാൽ ഇത് ശരിയോട് അടുത്തു കിടക്കുന്ന ഒരു ധാരണയല്ല. മറിച്ച് ഇങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എന്നത് വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരാദർശമാണ്. ആർക്കും അംഗീകരിക്കാനും തള്ളിക്കളയുവാനും
സ്വാതന്ത്ര്യമുള്ള, വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരാദർശം. ഒരു പ്രത്യേക വംശത്തിൽ ജനിച്ചവർക്കേ അത് അംഗീകരിച്ചുകൂടൂ എന്നില്ല. ആ വംശത്തിൽ ജനിച്ചവർ എല്ലാവരും അത് അംഗീകരിക്കണം എന്നുമില്ല. ആർക്കും അംഗീകരിക്കാനും ആർക്കും തള്ളിക്കളയാനും കഴിയുന്ന വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥവും ഇസ്ലാമിക് ഐഡിയോളജിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, സർഗാത്മകമായ ഒരു ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം അനുസരണമെന്നും സമർപ്പണമെന്നും സമാധാനവുമെന്നുമാണ്. എന്നാൽ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസം ഈ പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ഒരേ ഒരു സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസമാണ്. ആ സ്രഷ്ടാവിന് നിങ്ങൾ എന്തു പേര് പറയുന്നു എന്നത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അല്ലാഹു എന്ന് പറയാം, ഖുദ എന്ന് പറയാം, ഗോഡ് എന്ന് പറയാം, ദൈവം എന്ന് പറയാം, ഈശ്വരൻ എന്ന് പറയാം, യഹോവ എന്ന് പറയാം. നിങ്ങൾ എന്തു പേര് പറഞ്ഞോളൂ, പേരെന്ത് എന്നുള്ളതല്ല പ്രശ്നം. സാധാരണഗതിയിൽ നമ്മൾ സംവദിക്കുമ്പോൾ നമുക്കുപരിയായ ഒരുത്തനുണ്ട് എന്ന് നാം പറയാറില്ലേ? മുകളിൽ ഒരുത്തനുണ്ട്, അവനെ കരുതിയിരിക്കണം, സൂക്ഷിക്കണം എന്ന് പറയാറില്ലേ? ആ മുകളിലൊരുത്തൻ, അവനെക്കുറിച്ചാണ് ഈശ്വരൻ എന്ന് നാം പറയുന്നത്. അവനെക്കുറിച്ചാണ് ദൈവമെന്നും യഹോവയെന്നും അല്ലാഹു എന്നും നാം പറയുന്നത്. ആ സ്രഷ്ടാവിലുള്ള വിശ്വാസമാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസം. ആ സ്രഷ്ടാവിന് അനുസരണം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രപഞ്ചമഖിലം ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. ഈ പ്രപഞ്ചമഖിലം ഏതൊരു സ്രഷ്ടാവിന്റെ നിയമവ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണോ ജീവിക്കുന്നത്, അതേ സ്രഷ്ടാവിന്റെ നിയമവ്യവസ്ഥകൾക്ക് നിങ്ങൾ കീഴ്പ്പെടണം. അവന് വണങ്ങി വഴങ്ങി നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ വശം. അതായത് ഈ പ്രപഞ്ചമഖിലം ഏതൊരു സ്രഷ്ടാവിന് അനുസരണം രേഖപ്പെടുത്തുന്നുവോ ആ സ്രഷ്ടാവിന് നിങ്ങളും അനുസരണം രേഖപ്പെടുത്തണം. ഈ പ്രപഞ്ചമഖിലം ഏതൊരുത്തന് കീഴ്പ്പെട്ടിരിക്കുന്നുവോ അവന് നിങ്ങളും കീഴ്പ്പെടണം. അങ്ങനെ പ്രപഞ്ചത്തിന്റെ പൊതു സ്വഭാവവുമായി രാജിയായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ സമാധാനം സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക് ഐഡിയോളജിയുടെ കാതലായിട്ടുള്ള സന്ദേശം. ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം എന്ന പദം എന്നാണ് ഞാൻ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ കൽപ്പനകൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് എത്തിച്ചു തരുന്നതിനു വേണ്ടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുഗപ്രഭാവന്മാരായിട്ടുള്ള പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ആ പ്രവാചകന്മാരാരൊക്കെ എന്ന് പേരെടുത്തു പറയുക ഇപ്പോൾ അസാധ്യമാണ്. പക്ഷേ മഹാമനീഷികളായിട്ടുള്ള, യുഗപ്രഭാവന്മാരായിട്ടുള്ള, മഹാനുഭാവന്മാരായിട്ടുള്ള ദൈവത്തിന്റെ സന്ദേശവാഹകർ ഈ ലോകത്ത് വന്നുപോയിട്ടുണ്ട്. ഇന്ന് ഈ ലോകത്ത് മനുഷ്യനുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ ആ മൂല്യങ്ങളെല്ലാം ആ പ്രവാചകന്മാർ ഇവിടെ സംഭാവന ചെയ്തു പോയിട്ടുള്ളതാണ്. ഇനി മേലിലും മനുഷ്യർക്ക് വ്യക്തിപരമായി ഏറ്റവും ശുദ്ധമായ ജീവിതം നയിക്കണമെങ്കിൽ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ, ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ അതിന്റെ അസ്ഥിവാരമായി നിൽക്കേണ്ടത് ദൈവത്താൽ നൽകപ്പെട്ടിട്ടുള്ള, പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിട്ടുള്ള ആ മൂല്യങ്ങളുടെ അടിത്തറയിലായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തുള്ള സന്ദേശം, അഥവാ പ്രവാചകന്മാരിലുള്ള വിശ്വാസം. മനുഷ്യനെ സംബന്ധിച്ച് ഇസ്ലാം മനുഷ്യജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യജീവിതം ആത്മാവും ശരീരവും ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണ്, അസ്തിത്വമാണ്. ശരീരം നശിച്ചു പോകും. നാം മരണപ്പെടുന്നതോടുകൂടി അതിന്റെ നാശം ആരംഭിക്കുന്നു.
ചിലർ കത്തിച്ചു കളയുന്നു, ചിലർ മണ്ണിൽ കൊണ്ടുപോയി വയ്ക്കുന്നു, വേറെ ചിലർ നദികളിലേക്കോ കടലുകളിലേക്കോ വലിച്ചെറിയുന്നു. ശരീരം അതോടുകൂടി നശിച്ചുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ആത്മാവ് എന്ന മറ്റൊരസ്തിത്വമുണ്ട്. അത് സ്ഥിരസ്ഥായിയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ ആത്മാവിന് ചരമമില്ല. ശരീരവും ആത്മാവും ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാവിന് തുടർന്നുള്ള ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള ജീവിതം സാധ്യമാണ്. അഥവാ ധിക്കാരപൂർവം പ്രവർത്തിക്കുകയും മനുഷ്യന്റെ മേൽ അമിതമായി ആധിപത്യം ചെലുത്തുകയും ചൂഷണം ചെയ്യുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ ആത്മാവിന് ശരീരം വേർപെട്ടു പോയതിനു ശേഷം സുഖകരമായിട്ടുള്ള ഒരു ജീവിതമല്ല ഉണ്ടാവുക എന്നുള്ള കാഴ്ചപ്പാട്. ഇതിനെയാണ് പരലോകം എന്ന് പറയുന്നത്. ഇങ്ങനെ ഏകദൈവ വിശ്വാസം, പ്രവാചക വിശ്വാസം, പരലോക വിശ്വാസം എന്നീ 3 വിശ്വാസങ്ങളാണ്, വിശ്വാസത്രയങ്ങളാണ് ഇസ്ലാമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ 3 അടിത്തറകളിൽ നിലനിൽക്കുന്ന 4 ആരാധനകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ആ 4 അനുഷ്ഠാനങ്ങളും മനുഷ്യന് ഉപകാരപ്രദമാകും വിധം മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ദൈവത്തിനുള്ള പൂർണ്ണമായ സമർപ്പണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ ഘടകങ്ങളും മനുഷ്യനിൽ നിന്ന് ഊരിയെടുക്കുന്നതിനും ഉള്ളതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം. ഞാൻ എന്നൊരു ഭാവം മനുഷ്യനിലുണ്ട്. ഒരു ഇരമ്പലക്ക പോലെ അഹംഭാവം മനുഷ്യനിൽ നിലനിൽക്കുന്നുണ്ട്. ആ മനുഷ്യനെയാണ് 5 നേരം പള്ളിയിലേക്ക് ക്ഷണിക്കുന്നത്. ഹയ്യാല സലാഹ്, ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. എന്നിട്ട് മനുഷ്യനോട് കൈകെട്ടി അവന്റെ മുമ്പിൽ നിൽക്കാൻ ആവശ്യപ്പെടുന്നു. പോരാ, കുനിഞ്ഞു നിൽക്കൂ. പോരാ, എഴുന്നേറ്റ് വീണ്ടും നീ അഷ്ടംഗങ്ങളും ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കൂ എന്ന് മനുഷ്യനോട് പറയുന്നു. ദൈവത്തിന് സ്വന്തത്തെ സമർപ്പിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന ഞാൻ എന്ന ഭാവത്തെ 5 നേരത്തെ നമസ്കാരം ഊരിയെടുക്കുന്നു. അതുപോലെ ദേഹേച്ഛകളോടുള്ള അമിതമായ ആഗ്രഹം, ആ ആഗ്രഹമാണ് പലപ്പോഴും മനുഷ്യനെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ നിന്ന് തടയുന്നത്, മനുഷ്യനെ, സമസൃഷ്ടിയായ മനുഷ്യനെ സഹായിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന നോമ്പ് യഥാർത്ഥത്തിൽ ഈ ദേഹേച്ഛയിൽ നിന്നാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. ധനത്തോടുള്ള ആഭിമുഖ്യം, ധനത്തോടുള്ള അമിതമായ പ്രേമം മനുഷ്യനെ ധിക്കാരിയാക്കുന്നു. ദൈവത്തെ ധിക്കരിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, മനുഷ്യനോട് പുച്ഛവും സമസൃഷ്ടിയോട് അവജ്ഞയും ഉള്ള തരത്തിൽ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റുന്നു. അതിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു അനുഷ്ഠാനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സങ്കുചിതമായ വംശീയത, സങ്കുചിതമായ ദേശീയത, സങ്കുചിതമായ സാമുദായികതയും ഇത് മനുഷ്യനിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്നോളം മനുഷ്യർക്കിടയിൽ യുദ്ധം നടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം ഈ സങ്കുചിതമായ വംശീയതയും ദേശീയതയും പക്ഷപാതിത്വങ്ങളുമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ സർവ പക്ഷപാതിത്വങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഹജ്ജ് എന്ന അനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നോമ്പ്, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ് എന്നീ 4 തൂണുകളിൽ നിൽക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം. ഏകദൈവ വിശ്വാസം, പ്രവാചക വിശ്വാസം, പരലോക വിശ്വാസം എന്ന അടിത്തറ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ അനുഷ്ഠാനങ്ങൾ, ഈ അനുഷ്ഠാനങ്ങളിൽ ചേർത്തു വെച്ചിട്ടുള്ള, ഈ അടിസ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു വച്ചിട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളെയും പരാമർശിക്കുന്ന ഒരു സമ്പൂർണമായ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാമിക ദർശനം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിക ദർശനത്തെ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുക എന്നുള്ളതാണ് ദിശ എന്ന ഈ എക്സിബിഷൻ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്.
മതങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റായ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കാണുന്നില്ല. വിശക്കുന്നവനോട് വേദാന്തമോതാൻ ശ്രമിക്കുന്നു മതം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതത്തെ സംബന്ധിച്ച് ആധുനിക യുഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ പരാതി. ആ പരാതി ശരിയെന്ന് തോന്നും വിധമാണ് സമുദായങ്ങൾ, മതവിഭാഗങ്ങൾ മനുഷ്യനോടും മനുഷ്യന്റെ പ്രശ്നങ്ങളോടും പെരുമാറിയിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇസ്ലാമിന്റെ ആദർശങ്ങളുടെ അടിത്തറയിൽ കടന്നു ചെന്നുകൊണ്ട് അവിടെയുള്ള അമൂല്യമായ നിധികളെ പുറത്തെടുത്തുകൊണ്ട് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഖുർആനും പ്രവാചകചര്യയും അഭിമുഖീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു ശ്രമമാണ് ദിശ എക്സിബിഷൻ എന്ന് നിങ്ങൾ ഒരു വട്ടം ഇതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. മനുഷ്യൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ശരിയായ പരിഹാരം എന്താണ്? ദൈവത്താൽ നിയുക്തരായിട്ടുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള മഹാനുഭാവന്മാരായ ഋഷിവര്യന്മാരും പ്രവാചകന്മാരും പ്രബോധനം ചെയ്തിട്ടുള്ള മൂല്യങ്ങളാണ് മനുഷ്യ സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന പൊതുവായ ഒരു കാഴ്ചപ്പാടുകൂടി ഈ ദിശ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരള ഡയലോഗ് സെന്ററാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള ഡയലോഗ് സെന്റർ രൂപീകൃതമായതിന്റെ ഉദ്ദേശം ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവാദ സംസ്കാരം നമുക്കിടയിൽ വളർത്തുക എന്നുള്ളതാണ്. സംവാദങ്ങളെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളുമുണ്ട്. മതസംവാദങ്ങൾ ചിലപ്പോൾ പരസ്പരം യോജിക്കാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പരസ്പരം ചിരിച്ചു പിരിയുന്ന സംവാദങ്ങൾ മാത്രമായിരിക്കും. മതസൗഹാർദ്ദത്തിന് അതുപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സംവാദങ്ങളിൽ ചിലത് സാമുദായിക ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. വാദിക്കാനും ജയിക്കാനുമുള്ള സംവാദങ്ങൾ, എതിർകക്ഷിയെ മലർത്തിയടിക്കാനുള്ള സംവാദങ്ങൾ, ഈ സംവാദങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അപകടകരമായിട്ടുള്ള പ്രവണതകളെ ക്ഷണിച്ചു വരുത്തും. എന്നാൽ ഡയലോഗ് സെന്റർ കേരള ഒരു സംവാദ സംസ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ, മതവിഭാഗങ്ങളും മതേതര സമൂഹങ്ങളും തമ്മിൽ, മതവിശ്വാസികളും മതമില്ലാത്തവരും തമ്മിലുള്ള ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾ ഉണ്ടാകണം. ആ സംവാദങ്ങളിൽ പരസ്പരം യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ആ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. വിയോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, വിയോജിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രൈസ്തവ മതവും തമ്മിൽ അതുണ്ടാകാം. മതവിശ്വാസികളും മതേതര വിശ്വാസികളും തമ്മിൽ അതുണ്ടാകാം. മതവാദികളും മതേതരവാദികളും തമ്മിൽ അതുണ്ടാകാം. ഈ ഇത് പല വിഭാഗങ്ങൾക്കുമിടയിൽ യോജിക്കാൻ കഴിയുന്ന പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെ വിയോജിക്കേണ്ടി വരുന്ന പോയിന്റുകളെയും ഐഡന്റിഫൈ ചെയ്യണം. ആ വിയോജിക്കേണ്ടി വരുന്ന പോയിന്റുകളിൽ കൂടുതൽ ആഴമുള്ള സംവാദങ്ങൾ നടത്തി തെറ്റുകളിൽ നിന്ന് ശരിയിലേക്കും ശരിയിൽ നിന്ന് കൂടുതൽ വലിയ ശരിയിലേക്കും പോകാൻ കഴിയണം. സൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര സഹവർത്തിത്വത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഉള്ളു തുറന്ന ഡയലോഗ് എന്നുള്ളതാണ്, ഉള്ളു തുറന്ന സംവാദം എന്നുള്ളതാണ് ഡയലോഗ് സെന്ററിന്റെ ലക്ഷ്യം. അതിന് ഹിന്ദു മുസ്ലിം സംവാദങ്ങളും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഡയലോഗുകളും ട്രയലോഗുകളും അതുപോലെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ കമ്മ്യൂണിസ്റ്റ് ഡയലോഗുകളും ഈ ഡയലോഗ് സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരം ആരോഗ്യകരമായ ഒരു സംവാദ സംസ്കാരം ആവശ്യമാണ് എങ്കിൽ ഇതിനോട് സഹകരിക്കുവാനും ഇതിനെ പിന്തുണക്കുവാനും കഴിയണം എന്നാണ് വിനീതമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള എല്ലാ മുഖ്യാതിഥികൾക്കും ഡയലോഗ് സെന്റർ കേരളയുടെ പേരിൽ ഒന്നുകൂടി ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി എന്റെ സ്വാഗതം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി കേരളയുടെ അമീർ
ശ്രീ ടി ആരിഫ് അലി അവറുകളെ, ആരാധ്യയായ തൃശ്ശൂരിന്റെ കോർപ്പറേഷൻ മേയർ പ്രൊഫസർ ആർ ബിന്ദു അവറുകളെ, ബഹുമാനപ്പെട്ട MLA ശ്രീ തരമ്പിൽ രാമകൃഷ്ണൻ അവറുകളെ, നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യ സുഹൃത്ത് ശ്രീ IP പോൾ, ബഹുമാന്യ സുഹൃത്ത് ശ്രീ KK കുച്ചുമുഹമ്മദ്, ഇതിന്റെ സ്വാഗത സംഘം ചെയർമാനും ബഹുമാന്യ സുഹൃത്തുമായ ശ്രീ മുഹമ്മദ് സക്കീർ, ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുറഹ്മാൻ, സ്വാഗത സംഘത്തിന്റെ വൈസ് ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് RV മജീദ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ഡയലോഗ് സെന്ററിന്റെ സെക്രട്ടറി ശ്രീ അബ്ദുറഹ്മാൻ, ശ്രീ മുഹമ്മദ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ദിശ ഇസ്ലാമിക് എക്സിബിഷൻ വരുന്ന 9 ദിവസങ്ങളിലായി വളരെ വിജ്ഞാനപ്രദവും ആകർഷകവുമായ വിധത്തിൽ തൃശ്ശൂരിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇതിവിടെ വന്ന് കാണാനും മനസ്സിലാക്കാനും ഇവിടെ തുടർന്ന് നടക്കുന്ന ഓരോ ദിവസത്തെയും വളരെ പ്രധാനപ്പെട്ട ചർച്ചകളും സമ്മേളനങ്ങളുമൊക്കെ അതിലൊക്കെ പങ്കാളികളാകാൻ, അതിനെല്ലാ അടിസ്ഥാനത്തിൽ നല്ല ഇതിൽ വിജയകരമായി ഈ പ്രദർശനവും പരിപാടിയും മാറാനുള്ള അതിനുള്ള എല്ലാ ആശംസകളും ഞാൻ ആദ്യമായി സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുത്തതാണ്. കൂടാതെ പലപ്പോഴും ഡയലോഗ് സെന്ററിന്റെ ആയാലും സോളിഡാരിറ്റി ആയാലും ജമാഅത്തെ ഇസ്ലാമിയുമായൊക്കെ ബന്ധപ്പെട്ട പരിപാടികളിൽ വളരെയേറെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിയാവുന്നിടത്തോളം പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ മനസ്സിലാക്കുകയും അതിൽ നിന്ന് പഠിക്കാനും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാക്കാനൊക്കെ വലിയ ശ്രമം നടത്തുന്ന ഒരാളാണ് ഞാൻ. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ ഞാൻ ചില അഭിപ്രായങ്ങളെന്ന് എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈ ചർച്ചകളും സംവാദങ്ങളുമൊക്കെ കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ നടത്തണം. അങ്ങനെ അഭിപ്രായങ്ങൾ, നല്ല ചർച്ചകൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുമ്പോഴാണ് കൂടുതൽ ശരിയായ, കൂടുതൽ സ്വീകാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക. പലപ്പോഴും പല തീരുമാനം അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളൊക്കെ വരുന്നതൊക്കെ പലപ്പോഴും ഏകപക്ഷീയമാകും. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാകണമെന്നില്ല. വ്യത്യസ്ത വീക്ഷണങ്ങളോ അല്ലെങ്കിൽ കോണുകളിൽ നിന്നൊക്കെ നിന്ന് ഉയർന്നു വരുന്നതാവാം. അപ്പോൾ കൂടുതൽ ശരിയായ, കൂടുതൽ മനുഷ്യർക്ക് നന്മയുള്ള ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ, അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ ഒക്കെ ചർച്ചകൾ, അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയാനും അത് സഹിഷ്ണുതയോടുകൂടി കേൾക്കാനും ഒക്കെ കഴിയുമ്പോഴാണ്, മനസ്സിലാക്കി പൊതുവായൊരു തീരുമാനത്തിലെത്തുമ്പോഴാണ് അത് ഫലപ്രദമായി, ക്രിയാത്മകമായി ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. സോളിഡാരിറ്റിയും ഇപ്പോൾ ഡയലോഗ് സെന്ററുമൊക്കെ ഒട്ടേറെ വിഷയങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പൊതുസമൂഹത്തിന്റെ മുഖ്യ അജണ്ടയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് പലപ്പോഴും ഏറ്റെടുക്കാറുള്ളത്. ആ ചർച്ചകൾ, അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഫലമായി ഇന്ന് നിങ്ങളൊക്കെ പറയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗൗരവമായ രീതിയിൽ എടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പലപ്പോഴും വിമർശന രൂപത്തിൽ സോളിഡാരിറ്റിയോ അല്ലെങ്കിൽ ഡയലോഗ് സെന്ററൊക്കെ അഭിപ്രായം പറഞ്ഞാൽ പോലും അതൊരു 4 വട്ടം വായിച്ചു നോക്കാറുണ്ട്, വീണ്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തങ്ങളായ, നമ്മൾ ചിന്തിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരഭിപ്രായമാണ് പറയുന്നതെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മളെടുത്ത തീരുമാനങ്ങളിലോ നമ്മുടെ ധാരണകൾക്കോ എന്തെങ്കിലും പിശകുകളോ അല്ലെങ്കിൽ അതുപോലെ തിരുത്തലുകൾ ആവശ്യമുള്ളതാണെങ്കിൽ അത് ഒരു മടി കൂടാതെ അതിനൊക്കെ തയ്യാറാകുന്നവരാണ് ഞാൻ മാത്രമല്ല, ഞങ്ങൾ പലരും എന്നെനിക്കറിയാം.
അതുകൊണ്ട് ഞാൻ ഈ സ്വതന്ത്രമായ ചർച്ചയെ, അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുള്ള നല്ല പരിശ്രമങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ധാരാളം ആൾക്കാർ ഇതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനുമൊക്കെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് സൂചിപ്പിച്ചത്. ഈ എക്സിബിഷനിൽ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ, സാമ്രാജ്യത്തിനെതിരായ വലിയ ജനാധിപത്യ മനുഷ്യാവകാശ സമരങ്ങളുടെ അതൊക്കെ കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പ്രദർശനത്തിലുണ്ട്. സമൂഹത്തിലെ പല ദുഷിച്ച പ്രവണതകളെ സംബന്ധിക്കുന്ന നമ്മളെ ഒന്നുറക്കെ ചിന്തിപ്പിക്കാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ശ്രമങ്ങൾ അതിൻ്റെ ഭാഗത്ത് ഉണ്ട്. ഒരുപാട് സ്വാധീനം പല തലങ്ങളിൽ നമ്മളിൽ ചെലുത്തുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. പത്രമാധ്യമങ്ങൾ, ധാരാളം പത്രങ്ങൾ, ധാരാളം മീഡിയകൾ, ചാനലുകൾ, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഫലമായി ഉണ്ടായ സൗകര്യങ്ങൾ ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയുന്നില്ല എന്ന വിധത്തിൽ ആർക്കും കാര്യങ്ങൾ നേരെ മനസ്സിലാക്കി നേരെ അതിൻ്റെ വസ്തുതകൾ അറിയാൻ കഴിയുന്ന രീതിയിൽ ഒരു പുതിയ സാഹചര്യത്തിലാണ് നമ്മളൊരു കാലഘട്ടത്തിലാണ്. ഒപ്പം തന്നെ ഒട്ടേറെ സ്വാധീനം ചെലുത്തുന്ന, നമ്മളെ വ്യാമോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട്, അത് പുതിയ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ലോകം മുഴുവൻ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നമ്മളൊക്കെ നേരിടുന്ന, ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. പലതരത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. പരസ്യം, വലിയ വമ്പിച്ച തോതിലുണ്ടാകുന്ന പരസ്യം, പല ഇതിനെയും ആകർഷിക്കപ്പെടുന്ന വലിയ വ്യാമോഹിപ്പിക്കുന്ന സമ്മാനങ്ങൾ, ഒട്ടേറെ സമ്മാനങ്ങൾ. പരിഭ്രമിക്കുകയാണത് കാണുമ്പോൾ. കൊച്ചുകുട്ടിയെ ഇരുത്തി 1 കോടി രൂപ, 50 ലക്ഷം, 5 രൂപ കാണാൻ 10 രൂപ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാണുകയോ, ഒരു 5 രൂപ ചെലവാക്കാൻ സ്വന്തമായി കഴിയാതെ പോയ നമ്മുടെ ബാല്യകാലത്തിന്റെ അനുഭവത്തിൽ നിന്ന് കാണുമ്പോൾ 1 കോടി വരൂ എന്നിങ്ങനെ ആകർഷിപ്പിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ഇരുന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ വല്ലാതെ പരിഭ്രമിപ്പിക്കുകയാണ്. രാത്രി കാണണ്ട എന്ന് ആര് വിചാരിച്ചാലും കാണാതിരിക്കാനൊന്നും പറ്റുന്നില്ല, കാണുകയാണ്. കാണാതിരിക്കുന്നവർ കുറച്ച് കാണുമായിരിക്കും. എന്നാലും പൊതുവെ നമ്മളൊക്കെ സാധാരണക്കാരാണ്, സാധാരണ പച്ചയായ മനുഷ്യരായതുകൊണ്ട് ഒന്ന് നോക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. ഒരുതരം ഒരു ഗാംബ്ലിംഗ് പോലെ എല്ലാവരും വിഭ്രമിപ്പിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ പച്ചയായ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ സാഹിത്യവും സംവാദങ്ങളും മത്സരങ്ങളും അവരുടെ നൈസർഗികമായി അവർക്ക് ജീവത്തായ അല്ലെങ്കിൽ എന്താ പറയുക ജന്മന കിട്ടിയ കഴിവുകളും അതിന്റെ മാറ്റുരക്കലുകളും എവിടെ? ഈ പുതിയ വിഭ്രമിപ്പിക്കുന്ന സമ്മാനങ്ങളുടെ ആകർഷകത അത് ഇപ്പോൾ ഒരു വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോ തലങ്ങളിൽ അതൊക്കെ പുതിയ സാഹചര്യത്തിൽ ഗ്ലോബലൈസേഷൻ, ഈ പുതിയ കാലഘട്ടം പലതിനെയും നമ്മളെ വിഭ്രമിപ്പിക്കുന്നതിന്റെ കൂടി ഒരു ഭാഗമാണ്. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്തരം പുതിയ മുതലാളിത്തത്തിന്റെയോ അല്ലെങ്കിൽ പുതിയ സാമ്രാജ്യത്വ അധിനിവേശ രൂപത്തിൽ വരുന്ന ഇത്തരം നടപടി പ്രക്രിയകളായാലും ഒരു മറുവശം കൂടി വളർന്നു വരുന്നുണ്ട് നാട്ടിൽ. അത് ഏറ്റവും പ്രസാദാത്മകം, പോസിറ്റീവായിട്ട് കാണാവുന്ന ഒന്നാണ്. പ്രകൃതിയോടും പരിസ്ഥിതിയോടും കാലാവസ്ഥയോടും മണ്ണിനോടും ഒക്കെയുള്ള മനുഷ്യന്റെ വലിയ സ്നേഹവും അതിനോടുള്ള ആദരവും അതൊരു വലിയ കാര്യം തന്നെയാണ്. അതും ശക്തമായി ഇതിന്റെ ഒരു മറുവശം പോലെ ഇന്ന് വളർന്നു വരുന്ന ഈ എക്സിബിഷനിൽ അതിനെ സംബന്ധിച്ചും ചില സൂചനകൾ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ പ്രവർത്തകന്മാർ, സുഹൃത്തുക്കൾ കുറച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. പുഴ സംരക്ഷിക്കണം, നദി സംരക്ഷിക്കണം, കുന്നുകളും മലകളും ഈ മണ്ണും ഈ ജലവുമൊക്കെ എന്നും സംരക്ഷിക്കപ്പെടണം. വരുന്ന തലമുറകൾക്ക് നമുക്കൊക്കെ ചെയ്യാനുള്ള ഒരു സൽക്കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇനി സംരക്ഷിക്കുക എന്നുള്ള സൽക്കർമ്മം തന്നെയാണ്. വരുന്ന ഇനിയും വരാൻ പോകുന്ന നൂറ്റാണ്ടുകൾ കഴിഞ്ഞും വരാൻ പോകുന്ന നമ്മുടെ അടുത്തടുത്തടുത്ത എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും ആ കുഞ്ഞുങ്ങളെയും ആ തലമുറയെയും ഓർത്തുകൊണ്ട് നമുക്കൊക്കെ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സൽപ്രവൃത്തി എന്താ, നല്ലൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ സംരക്ഷിക്കുക. അപ്പൊ അത് സംരക്ഷിക്കണം. പ്രകൃതിയോടും പരിസ്ഥിതിയോടും മണ്ണിനോടും ജലത്തിനോടുമുള്ള ഒരു താല്പര്യം നമ്മുടെ പുതിയ തലമുറയിൽ വളർന്നു വരുന്നു എന്നത് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. പഴയ കാലങ്ങളിൽ
അല്ലെങ്കിൽ നമ്മുടെ മുന്നിലൂടെ നടന്നുപോയ അനുഗ്രഹീതമായ ഒരു തലമുറ, ആ തലമുറയുടെ പ്രാർത്ഥനാനിർഭരമായ അല്ലെങ്കിൽ അവരുടെ നിസ്വാർത്ഥമായ അല്ലെങ്കിൽ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പൊതുസമൂഹത്തിനോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റിന്റെയും ഉദാത്തമായ അത്തരം നല്ല പ്രവർത്തികളുടെയൊക്കെ ഫലമായിട്ടാണ് ഇന്നത്തെ ഒരുപാട് ഭൗതികമായ നേട്ടങ്ങളും ഒക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിന്റെ ഈ സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പലപ്പോൾ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്. ആ തലമുറയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാവാം, വഴിയിലൂടെ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാകാം, രാജ്യത്തിന്റെ പൊതു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയാകാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ളതാവാം, അമ്പലത്തിലും ദേവാലയങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതാകാം, മേൽവസ്ത്രം ധരിക്കാനുള്ള ആകാം, സ്ത്രീകൾക്ക് പുറത്തേക്ക് കടന്നു വരാനുള്ള അവകാശങ്ങളുടേതാവാം, മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെതാവാം, എല്ലാവർക്കും വീടിന്റെ ഇരുണ്ട മുറികളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നന്മയിലേക്ക്, അറിവിന്റെ പുതിയ ലോകത്തിലേക്ക് അവരെയൊക്കെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് അതൊരു വലിയ പോരാട്ടം നമ്മുടെ മുന്നിലൂടെ നടന്നുപോയ തലമുറ നടത്തിയ സമർപ്പണത്തിന്റെ, അവരുടെ വലിയൊരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടല്ലേ. ഒരുപാട് പേരുകൾ നമ്മൾ അഭിമാനത്തോടുകൂടി സൂചിപ്പിക്കുന്നത് കൊണ്ടല്ലേ സാമൂഹ്യ പരിഷ്കാരം അല്ലെങ്കിൽ സാമൂഹ്യ പുരോഗതി വലിയ വിപ്ലവപരമായ രീതിയിൽ നാട്ടിൽ നമ്മുടെ ഓരോ കൊച്ചു ഗ്രാമങ്ങൾ, നമ്മൾ ജനിച്ചു വളർന്ന ഓരോ കൊച്ചു ഗ്രാമത്തിലും നമ്മുടെ ചുറ്റുപാട് അതുപോലെയുള്ള ഒട്ടേറെ മനുഷ്യസ്നേഹികളായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നാടിന്റെ നന്മ കരുതി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ, സമൂഹത്തിന്റെ മുഖ്യധാരയെ, ജീവിതത്തിന്റെ പൊതുവിഷയങ്ങളെ, ചുറ്റുപാടുമുള്ള വേദനകളെയും കണ്ണുനീരിനെയും കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, അറിവ് കൊടുക്കാൻ, അങ്ങനെ എത്രയോ പരിശ്രമങ്ങൾ, വലിയ ഒന്നോ രണ്ടോ സമരങ്ങൾ മാത്രമല്ല, ദേശീയ സ്വാതന്ത്ര്യ സമരം തൊട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ആവേശവും ആ അനുഭവങ്ങളും ചൂടുവേറ്റുകൊണ്ട് നമ്മുടെ ഓരോ കൊച്ചു ഗ്രാമങ്ങളിലും നൂറായിരം അതുപോലുള്ള പൊതുപ്രവർത്തകന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ നിസ്വാർത്ഥമായി നാടിനോട് സ്നേഹമുള്ള വ്യക്തികൾ, ചുറ്റുപാടിനെ സ്നേഹിക്കുന്നവർ, കണ്ണുനീരും വേദനയും തിരിച്ചറിയാൻ കഴിയുന്നവർ, അങ്ങനെയുള്ളവർ നടത്തിയ ഒരുപാട് നല്ല പ്രവർത്തനത്തിന്റെയൊക്കെ ഫലമായി, ആ വലിയ പോരാട്ടങ്ങളുടെ ഫലമായി, അവരുടെയൊക്കെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ ഫലമായി അനശ്വരരായ രക്തസാക്ഷികളുടെ, അതുപോലെ ജീവൻ ബലിയർപ്പിച്ചവരുടെ, ഇന്ന് ഒക്ടോബർ മാസം 31-ാം തീയതി രാഷ്ട്രം ആദരണീയായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് രാഷ്ട്രം മുഴുവൻ ഇത്തരം എന്താ പറയാ അപകടകാരികൾക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ശക്തികൾക്കൊക്കെതിരെ നാടിലെ അപകടകരമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും മതസൗഹാർദ്ദവും മനുഷ്യസ്നേഹവും ഒക്കെയാണ് ഏറ്റവും വലിയത്, ഏറ്റവും പരമപ്രധാനമെന്ന് നമ്മൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ തീവ്രവാദത്തിനും വർഗീയ അത്തരം ഇതിനൊക്കെ എതിരായിട്ട് രാഷ്ട്രം പ്രതിജ്ഞ എടുത്ത ദിവസമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഞങ്ങൾക്കെല്ലാം ചൊല്ലിത്തന്നു. ഞാനും ശ്രീ തരമിൽ രാമകൃഷ്ണൻ വക്കീലും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതുപോലെ കോടിയേരി മിനിസ്റ്റർ, ഞങ്ങളെല്ലാവരും എംഎൽഎമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളും ആ പ്രതിജ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ ചൊല്ലിത്തന്നത് ഏറ്റവും നമ്മളെല്ലാവരും രാഷ്ട്രം മുഴുവൻ ഇതങ്ങനൊരു പ്രതിജ്ഞ എടുത്ത ദിവസമാണ്. അങ്ങനെയുള്ള ഒരുപാട് അതൊക്കെ നമ്മൾ ഓർക്കുന്നത്, പറയുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം ജനിച്ചു വളർന്ന, അദ്ദേഹത്തിന് ജന്മം നൽകിയ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ നാടിന്റെ ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ് എവിടെയും പുറത്തുപോയി സംസാരിക്കുമ്പോൾ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ധീരദേശാഭിമാനിയായ, അതുപോലെ ആദ്യത്തെ ബാലറ്റിലൂടെ ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, അതും കൊടുങ്ങല്ലൂരിലാണ്, ഗോപാലകൃഷ്ണ മേനോൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച ഒരു കാലഘട്ടത്തിൽ വലിയ ജന്മിത്തത്, അതുപോലെ തമ്പുരാക്കന്മാരും നാടുവാഴികളും സവർണ മേധാവികളും ഇങ്ങനെ കൊടികുത്തികുത്തുന്ന കാലത്ത് പാവപ്പെട്ട തൊഴിലാളികളുടെയും സാധാരണക്കാരന്റെയും ജീവിതത്തിന്റെ കണ്ണുനീര് ആ ചൂടേറ്റു വാങ്ങി പ്രവർത്തിച്ച പൊതുപ്രവർത്തകന്മാർക്ക് കിട്ടിയ, കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടിയ വലിയ അംഗീകാരമല്ലേ ഒളിവിലിരുന്ന ഗോപാലകൃഷ്ണ മേനോൻ. അത് ലോകത്തിലെ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ
ഈ ഗോപാലകൃഷ്ണ മേനോൻ എന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാടാണ് അധികം വിജയിച്ചത്. എനിക്കൊക്കെ അത് പറയുമ്പോൾ ഒരു അഭിമാനവും ആവേശം തോന്നാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കൊടുങ്ങല്ലൂർ മതസൗഹാർദ്ദത്തിന് ഏറ്റവും പേരുകേട്ട നാട്. ചേരമാൻ പള്ളിയുടെയും അതുപോലുള്ള ഒരുപാട് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ആരാധനാ കേന്ദ്രങ്ങളുടെ നാട് ഗോപാലകൃഷ്ണ വിജയിച്ച നാട്. അതിന്റെയൊക്കെ അന്തസത്ത, ആകത്തുക, അതിന്റെയൊക്കെ എല്ലാം ആ ചൂടറിഞ്ഞു നിൽക്കുന്നത് മനുഷ്യ സ്നേഹത്തിന്റേതാണ്, മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിന്റേതാണ്. ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്ന വലിയ പാഠം വലിയ ലോകത്തിനും സംഭാവന ചെയ്ത ഒരു നാട്. ഇതുപോലെ നമ്മുടെ ഓരോ നാടിനും, നമ്മുടെ ഓരോ പ്രദേശത്തിനും, നമ്മുടെ ഓരോ കൊച്ചു ചുറ്റുപാടുകൾക്കും വലിയ അഭിമാനത്തിന്റേതായ ഒരു പൂർവ്വകാല ചരിത്രമുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ സ്മൃതികളും സ്മരണകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഇത്ര വലിയ സമ്പന്നമായ, സ്വാധീനിക്കപ്പെടുന്ന വിധത്തിലുള്ള, സംഭ്രമാജനകമായ വിധത്തിൽ നമ്മളെ സ്വാധീനിപ്പിക്കാൻ ഇത്തരം അധിനിവേശ ശക്തികളും അവരുടെ പ്രചരണ കേന്ദ്രങ്ങളുമൊക്കെ ശ്രമിച്ചാലും ഈ പഴയകാല അനുഭവത്തിന്റെ ആ ചൂടൊന്ന് നമ്മുടെ ഉള്ളിൽ ഒന്നുകൂടി ചൂടായി വന്നാൽ മതി, അല്ലെങ്കിൽ ആ ഓർമ്മ ഒന്ന് ഉയർന്നു വന്നാൽ മതി. ഈ പോരാട്ടങ്ങളിൽ നാടിനെ സ്നേഹിക്കുന്ന, മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന വരുന്ന തലമുറകളോട് പ്രതിബദ്ധതയും സ്നേഹവും ബഹുമാനമുള്ള നമുക്ക് പോരാടാനുള്ള കരുത്ത് കിട്ടും, ശക്തി കിട്ടും, ഊർജം കിട്ടും. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. ഈ എക്സിബിഷനിലൂടെ, ഇവിടെ നടത്തുന്ന ചർച്ചകളിലൂടെ എന്റെ ബഹുമാന്യരായ സോളിഡാരിറ്റിയിലെയും ഡയലോഗ് സെന്ററിലെയും ജമാഅത്തെ ഇസ്ലാമിയിലെയൊക്കെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ബഹുമാന്യമായ എന്റെ സ്നേഹിതന്മാരുമൊക്കെ നടത്തുന്ന ഈ നല്ല പ്രവൃത്തിയും ഇത്തരം അനീതികൾക്കും ചൂഷണത്തിനും മനുഷ്യനെ സ്നേഹിക്കുക എന്നതിന് പകരം മനുഷ്യനെ വിദ്വേഷത്തോടുകൂടി അല്ലെങ്കിൽ സമൂഹത്തെ കാണുക എന്നുള്ള പുതിയ കാലഘട്ടം ഉയർത്തിക്കൊണ്ടുവരുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഇതിനെ ഒന്ന് എതിർക്കാൻ, അതിനുള്ളൊരു മനസ്സിനെ ഒന്ന് കരുപിടിപ്പിക്കാൻ, കരുത്തു നൽകാൻ, അതിനുള്ളൊരു കൂട്ടായ്മകളും ഒത്തൊരുമകളും വളർത്തിയെടുക്കാൻ, ഇതുപോലുള്ള പൊതുവേദികളിൽ ഒന്നിച്ചിരുന്നതൊക്കെ കേൾക്കാൻ, ചർച്ച ചെയ്യാൻ, അതിനൊക്കെയുള്ള നല്ല അവസരങ്ങൾ ഒരുക്കുന്ന എന്റെ ഈ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഇതിലെ സംഘാടകരെ ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടും ആശംസകൾ നേർന്നുകൊണ്ടും ഇനി പട്ടണത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പട്ടണത്തിന്റെ താഴെ ഗ്രാമങ്ങളിലേക്കും നമ്മുടെ പഞ്ചായത്തുകളിലേക്കുമൊക്കെ ഈ എക്സിബിഷനിലൂടെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സന്ദേശത്തിന്റെ അതിന്റെ വലിയ പ്രചാരകന്മാരായി നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ ഒരു വലിയ വിഭാഗം നിങ്ങളോട് സ്നേഹവും അടുപ്പവും ഇതിന്റെ ഒപ്പം കൂടാൻ ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായതിലും എന്നെ ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ ക്ഷണിക്കുകയും ഒക്കെ അതിനുള്ള സ്നേഹത്തോട് ഞാൻ ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.